നമ്മളിന്ന് നോക്കാൻ പോകുന്നത് DPharm സെക്കൻഡ് ഇയർ ബയോകെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 പ്രോട്ടീൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഇത്രയും ടോപ്പിക്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെഫിനിഷൻ ഓഫ് പ്രോട്ടീൻസ്, ക്ലാസിഫിക്കേഷൻ, പിന്നെ സെക്കൻഡ് ഡെഫിനിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്, തേർഡ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, നാലാമത് കെമിക്കൽ നേച്ചർ ഓഫ് പ്രോട്ടീൻ, അഞ്ചാമത് സിസ്റ്റർ അയോൺ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അത് കെമിക്കൽ നേച്ചർ ഓഫ് പ്രോട്ടീൻസിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഓഫ് അമിനോ ആസിഡ്സും ഉണ്ട്. ഇത് രണ്ട് ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. സെവൻത്തായിട്ട് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ് എന്നും പറഞ്ഞ് മിക്കവാറും ഒരു ക്വസ്റ്റ്യന് ഫൈനൽ ഇയറിൽ കാണാറുണ്ട്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസീസ് റിലേറ്റഡ് ടു മാൽ ന്യൂട്രീഷൻ ഓഫ് പ്രോട്ടീൻസ്. അതിനകത്ത് വരുന്നത് കോഷോക്കറും മരാസ്മസുമാണ്. അപ്പോൾ ഈ രണ്ട് ഡിസീസിൻ്റെ സയൻസും സിംറ്റംസും പഠിക്കണം. പിന്നെ അതിൻ്റെ കുറച്ച് ഒരു ജനറൽ മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന് അതാണ് അതിൻ്റെ അകത്ത് എഴുതാനുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് മെയിനായിട്ട് ചാപ്റ്റർ 3 പ്രോട്ടീൻസിൽ നിന്ന് വരുന്നത്. ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ എക്സാമിന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കിട്ടും. ഈസി ആയിട്ട് എഴുതാനും പറ്റും, ജയിക്കാനും പറ്റും. അതിൻ്റെ അകത്ത് സിസ്റ്റർ അയോൺ എന്ന് പറയുന്നത് കെമിക്കൽ നേച്ചർ ഓഫ് പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മിക്കവാറും ഒരു 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് മിക്ക എക്സാമിനും കാണാറുണ്ട്. മെയിനായിട്ട് MCQസിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്തൊക്കെ മെയിനായിട്ട് കാണാറുള്ള ക്വസ്റ്റ്യനാണ് സിസ്റ്റർ അയോണിൻ്റെത്. അപ്പോൾ അതും പഠിക്കും.